പോത്തിറച്ചി. മൂത്രമൊഴിച്ചെന്നല്ല, പോത്തിറച്ചി. പോത്തിറച്ചി. മൂത്രമൊഴിച്ചെന്നല്ല, പോത്തിറച്ചി. ആദ്യം കേട്ടത് ഐനൂസ് ഒന്ന് പോത്തിറച്ചി പോത്തിറച്ചി എന്ന് പറയുന്നത് കേട്ടോ. സത്യം പറയാൻ ഞാൻ കേട്ടത് മൂത്രമൊഴിച്ചെന്നാണ്. അങ്ങനെ അതെല്ലാം അവൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഷെനിക്കാക്കാൻ്റെ വാപ്പ ഇന്നലെ രാത്രി തന്നെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്കാട്ടോ കറി വെക്കുന്നത്. ബീഫ് ചെറുതായി കട്ട് ചെയ്തിട്ട് നല്ലോണം കഴുകി ഊറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അത് കൈയോടെ കഴുകി വെച്ച് സിങ്ങും കൂടി ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബീഫ് മുറിച്ചാലും ചിക്കൻ മുറിച്ചാലൊക്കെ ഭയങ്കര മണമായിരിക്കില്ലേ, അതുകൊണ്ട് കൈയോടെ അതൊക്കെ കഴുകിയിട്ട് പിന്നെ ഈ വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക് അങ്ങനെ എല്ലാം ഉള്ള ഐറ്റംസൊക്കെ അരിഞ്ഞ് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റേതായ രീതിയിലാണ് കറി വെക്കുന്നത്. അങ്ങനെ അതെല്ലാം ചതച്ചിട്ട് ഞാൻ നേരെ കുക്കർ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വാടുമ്പോഴത്തേക്ക് ഞാനൊരു ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങാ ചമ്മന്തിയാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ആ സവാള ഉള്ളിയൊക്കെ വാടി വന്നപ്പോഴത്തേക്കും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇടിച്ച മുളക്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കറി മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് അതും നല്ലോണം മൂപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കറി വെക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ ആ ഊറ്റി വെച്ച ഇറച്ചി ഞാനിത് അതിലോട്ട് തട്ടിക്കൊടുത്തിട്ട് ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ചും കൂടെ നല്ല ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചൂടുവെള്ളമല്ല പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. എനിക്ക് മടി കാരണം ഞാൻ ചൂടാക്കിയില്ല വെള്ളം. അങ്ങനെ ഇത് ആ ചൂടുവെള്ളം അല്ല പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങൾ പരന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൈയോടെ കഴുകി വെച്ച് പപ്പടവും കാച്ചി പിന്നെ ഇറച്ചിക്കറി ഒന്ന് സെറ്റ് ആയപ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയൂണ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നല്ല സ്പെഷ്യൽ ഊണ് തന്നെയാണ്. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി ഞാനും അതിന് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിലേക്ക്